ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞാൻ ആരെയും കൂടെ വൈമാളി പോവാണ് കേട്ടോ. സൂഡിയോയിൽ ഓഫർ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് പിന്നെ അവൾക്ക് കുറച്ച് പർച്ചേസിങ് ഒക്കെ ഉണ്ട് പറഞ്ഞപ്പോൾ ഞങ്ങൾ വൈമാളി പോകാൻ വേണ്ടി ബസ് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ബസ് കിട്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ തൃപ്രയാർ കൊടുങ്ങല്ലൂർ ബസ്സിൽ കയറിയിട്ട് തൃപ്രയാർ ഇറങ്ങി വൈമാളിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഇറക്കി തരും കേട്ടോ. അപ്പോൾ അവിടെ ഇതേ വൈമാളിയിലെത്തി. പിന്നെ ഉച്ച സമയമായതുകൊണ്ട് അധികം തിരക്കുണ്ടെന്നില്ല. പിന്നെ സ്കൂളൊക്കെ ഉള്ള ദിവസമാണല്ലോ, അപ്പോൾ പിന്നെ തിരക്കില്ലാത്ത സമയത്താട്ടോ നമ്മളവിടെ എത്തിയത്. അപ്പോൾ നമ്മളതിൻ്റെ ഉള്ളിൽ കയറി ഇങ്ങനെ നടക്കണം. അപ്പോൾ നമുക്ക് ആദ്യം സ്റ്റുഡിയോയിൽ പോവാം, നല്ല ഓഫർ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെയുണ്ട് പോയി നോക്കാൻ വേണ്ടി ആദ്യം തന്നെ നമ്മൾ സ്റ്റുഡിയോയിൽ പോയിട്ടാണ്. അപ്പോൾ ഇവിടെ കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അങ്ങനെ ഭയങ്കര ഓഫറെന്ന് എനിക്ക് തോന്നിയില്ല. പിന്നെ അത്യാവശ്യം ഓഫറുള്ള സാധനങ്ങളൊക്കെ എടുത്തു പോയിരുന്നു. കുറച്ച് ദിവസമായതുകൊണ്ട് നമുക്കതിന് മാത്രം ഓഫറായിട്ടുള്ള ഒന്നും തോന്നിയില്ല. അങ്ങനത്തെ ഐറ്റംസൊക്കെ തീർന്നിട്ടും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മളിങ്ങനെ കുറേ നോക്കി, സത്യം പറഞ്ഞാൽ നമ്മൾ നോക്കിച്ചെങ്കിലും ഒന്നും എടുത്തൊന്നുമില്ല. അത്രയും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ നല്ല ചെരുപ്പൊക്കെ നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ കുറേ ട്രൈ ചെയ്ത് നോക്കി. പിന്നെ അത്ര ചെരുപ്പിലൊന്നും അങ്ങനെ റേറ്റ് കുറവെന്നൊന്നും പറയാനുണ്ടായിരുന്നില്ല. പക്ഷെ നല്ല നല്ല ചെരുപ്പുകൾ മോഡലായിട്ടുള്ള സാധനങ്ങളുണ്ടായിരുന്നു. ഷൂസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ ലിപ്സ്റ്റിക്കിൻ്റെ ഒരു ലോഡ് കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ അടിപൊളിയായിരുന്നു. അതൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് കുറവിലുണ്ടെന്ന് എനിക്ക് തോന്നി. നല്ല ലിപ്സ്റ്റിക്കും നല്ല ഷെയ്ഡൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടാണ്. അപ്പോൾ വേണോ വേണ്ടതെന്നൊക്കെ. പിന്നെ പാൻറ്റ്സ് ഞങ്ങൾ മെയിനായിട്ട് പാൻറ്റ് നോക്കാനാണ് പോയത്. പക്ഷെ ഞങ്ങൾ വിചാരിച്ച റേറ്റ് കുറവിലുള്ള ഓഫർ പാൻറ്റിന് ഉണ്ടായിരുന്നില്ല. 1000 ആ ഒരു റേഞ്ചിൽ തന്നെയാണ് പാൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ അതൊക്കെ ഇങ്ങനെ വെറുതെ ഓടിച്ചിങ്ങനെ കണ്ടൊരു രസമാണല്ലോ. പക്ഷെ വാങ്ങിച്ചൊന്നും ഇല്ല കേട്ടോ. ഇങ്ങനത്തെ പാൻറ്റൊക്കെ കാണാൻ എനിക്കിഷ്ടമാണ്. പക്ഷെ ഭയങ്കര റേറ്റ്. അപ്പോൾ പിന്നെ അങ്ങനെ വാങ്ങിയില്ല. പിന്നെ വാങ്ങിക്കാം എന്നൊക്കെ പറഞ്ഞിങ്ങനെ നോക്കണം. ക്രോപ്പ് ടോപ്പ് പിന്നെ 2 ടെക്സുകളും അതുപോലെ നെയിൽ പോളിഷ് അടിപൊളിയായിട്ടുള്ള കുറേ നല്ല നല്ല വെറൈറ്റി കളർ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഞങ്ങൾക്ക് ഇഷ്ടമായി. അപ്പോൾ അതൊക്കെ ഞങ്ങളിങ്ങനെ എടുത്ത് നോക്കിയിട്ട് ഇങ്ങനെ നടക്കായിരുന്നു. പിന്നെ അവിടെ നിന്ന് ഇപ്പുറത്തെ സൈഡിലേക്ക് വന്നപ്പോഴും ഒരുപാട് ലിപ്സ്റ്റിക്കിൻ്റെ കളക്ഷൻസ് ഉണ്ടായിരുന്നു. പിന്നെ ഇത് ലുലുവിൻ്റെ ഫാഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോപ്പ് അവിടെ തന്നെ ഉള്ളതാണ് കേട്ടോ. അപ്പോൾ അവിടെ വെറുതെ കയറിയപ്പോൾ ബേബീസിന് കുറേ കളക്ഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ കാണാൻ നല്ല രസമില്ല. അപ്പോൾ ഞങ്ങൾ വെറുതെ ഇങ്ങനെ കയറി തിരഞ്ഞൊക്കെ നേരെ ലുലുവിൻ്റെ സൂപ്പർ മാർക്കറ്റിൽ പോയി. അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കേണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ തിരഞ്ഞ് മേടിക്കാനുള്ള സാധനങ്ങളൊക്കെ നമ്മൾ മേടിച്ചിട്ട് നമ്മൾ അത്രയും വലിയ തിരക്ക് പൊതുവേ ഉണ്ടാവുന്ന തിരക്ക് പിന്നെ വൈകുന്നേരങ്ങളിലാണല്ലോ കൂടുതൽ തിരക്കൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ നേരെ പോയത് പിന്നെ ഫുഡ് കോർട്ടിലേക്കാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതുവരെ പിസ്സ കഴിച്ചിട്ടില്ല, കഴിക്കാതെ ഇല്ല. എല്ലാവർക്കും അത്ഭുതമുണ്ടാവില്ല ഇപ്പോൾ പിസ്സ കഴിച്ചിട്ടില്ലെന്ന്. കഴിക്കാത്തവർ ആരും ഉണ്ടാവില്ല അല്ലേ. പക്ഷെ കഴിക്കാത്തവരുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതുവരെ പിസ്സ കഴിച്ചിട്ടില്ല. അപ്പോൾ അവൾ എന്നോട് പറയണ്ടായിരുന്നു, നിങ്ങൾക്ക് ഞാൻ ഇന്ന് എന്തായാലും പിസ്സ മേടിച്ച് തരുമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പിസ്സ ഓർഡർ ചെയ്തു കേട്ടോ. അപ്പോൾ പിസ്സ വന്നു. ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്നത് ചീസൊക്കെ ഇട്ടിട്ടുള്ള പിസ്സ ആയിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. ഞാൻ ആദ്യമായിട്ട് കഴിക്കുകയാണെങ്കിലും പൊതുവേ എനിക്ക് എല്ലാ സാധനങ്ങളൊക്കെ ഇങ്ങനെ ഇഷ്ടപ്പെടാറുണ്ട്. പക്ഷേ ഈ പിസ്സ എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. നമ്മൾ 4 പീസാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. അതിലൊരു പീസ് ഞാൻ കഴിച്ചു, 2 പീസ് അവൾ കഴിച്ചിട്ട് അവസാനം ഒരു പീസ് നമ്മൾ അവിടെ വെച്ചിട്ട് പോയിട്ടോ. ഭയങ്കര എരിവായിരുന്നു. പക്ഷെ എന്നാൽ വലിയ ടേസ്റ്റും ഉണ്ടായിരുന്നില്ല. പിന്നെ അവിടെ നിന്ന് നമ്മൾ നേരെ ഇറങ്ങിയിട്ട് ബ്യൂട്ടി സിൽക്കിലേക്ക് പോയി. അവർക്ക് മെറ്റീരിയൽസ് എടുക്കണം എന്ന് പറയുന്നുണ്ട്. ആൾക്കൊരു കല്യാണം ഉണ്ട്. അപ്പോൾ അതിന് എന്തെങ്കിലും ഒരു ഡ്രസ്സ് അടിക്കാനൊരു പ്ലാനിൽ അപ്പം ഇങ്ങനെ പോയി. എന്നിട്ട് അവിടെ നിന്നൊന്നും മേടിച്ചില്ല. കൽപ്പകയിൽ നിന്ന് നമ്മൾ മെറ്റീരിയൽ എടുത്തു കേട്ടോ. നേരെ നമ്മൾ തൃപ്രയാർ ബസ് സ്റ്റാൻഡിലേക്ക് വന്ന് ബസ് കയറി വീട്ടിലേക്ക് എത്തി. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റ ബൈ ബൈ, സീ.